കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹലോ, നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് ഇഗ്നോ അൾട്ടിമേറ്റ് അനാലിസിസ് MMPC 005 ക്വാണ്ടിറ്റേറ്റീവിന്റെ ആണ്. ക്യൂറ്റിയുടെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ MMPC 5 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് തികച്ചും നമ്മളുടെ ഒരു പ്രോബ്ലം പേപ്പർ തന്നെയാണ്. അതിനകത്ത് തിയറിയും പ്രോബ്ലവും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു പേപ്പറാണ് MMPC 005 ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ് ഫോർ മാനേജറിയൽ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു PYQ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കഴിഞ്ഞ കാല ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. തൊട്ട് മുമ്പ് നമുക്ക് പരീക്ഷയ്ക്ക് യൂണിവേഴ്സിറ്റി എക്സാംസിൽ ചോദിച്ചിട്ടുള്ള ടേം ആൻഡ് എക്സാമിനേഷന്റെ റിവ്യൂവിനെ ബേസ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ ഫ്രീക്വന്റ് ആയിട്ട് വന്നിട്ടുള്ള പോർഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിലബസ് മാപ്പിംഗ്, എക്സാം പാറ്റേൺ അനാലിസിസ്, റെക്കോർഡിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ, ഇതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. സിലബസ് മാപ്പിങ്ങിനകത്ത് നമ്മൾ നോക്കുന്നത് നമ്മളുടെ സിലബസ് എന്ന് പറയുന്നത് MMPC 005 എന്ന് പറയുന്നത് നമുക്ക് 5 ബ്ലോക്കും അതേപോലെ പല യൂണിറ്റ്സ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു സബ്ജക്റ്റ് നമുക്കുള്ളത്. അപ്പൊ ഓരോ ബ്ലോക്കിലെയും ഓരോ യൂണിറ്റിലെയും ഹൈലൈറ്റ് ചെയ്യേണ്ട ഏതൊക്കെ കാര്യങ്ങളാണ്, ഏതൊക്കെ പോയിന്റ്സ് ആണ് നമ്മുടെ റിപ്പീറ്റ് ചെയ്യുന്നു. എക്സാം പാറ്റേൺ, നമ്മുടെ പാറ്റേൺ ചേഞ്ച് ആവാറുണ്ട്. യൂഷ്വലി നമ്മുടെ എക്സാംസിന് പ്രോബ്ലം പേപ്പറും അതേപോലെ തന്നെ തിയറിയും ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. ഷോർട്ട് നോട്ട്സും അതേപോലെ തന്നെ ലോങ് എസ്സേസും അതേപോലെ കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താണ് പ്രോബ്ലംസും ഒക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മളുടെ ക്വസ്റ്റ്യൻസ് വരാറുള്ളത്. പക്ഷെ അതിൽ ചേഞ്ചസും വരാറുണ്ട്. ചിലപ്പം ഒരു 100-ൽ ഒരു 60% തിയറിയും 40% ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് വരാറുണ്ട്, അല്ലെങ്കിൽ നേരെ തിരിച്ചും നമുക്ക് വരാറുണ്ട്. അപ്പോൾ ഓരോ പരീക്ഷയിലും വന്ന പാറ്റേണിന്റെ വ്യത്യാസം എന്താണ്, അല്ലെങ്കിൽ പാറ്റേണിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. കൂടാതെ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂ ആണ്. റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഏറ്റവും പ്രയോറിറ്റൈസ് ചെയ്യേണ്ട പോർഷൻസ് ഏതൊക്കെയാണെന്നും അതിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള പോർഷൻസ് ഏതൊക്കെയാണെന്നും നമ്മളിവിടെ റിവ്യൂ ചെയ്യുന്നുണ്ട്. അടുത്തത് ടോപ്പിക് പ്രോബബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് ആണ്. അപ്പൊ ഏതൊക്കെ ടോപ്പിക്കാണ്, ഇപ്പം നമ്മളൊരു 5 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻസ് എടുത്തു കഴിയുമ്പോൾ അത് പ്രോപ്പറായിട്ട് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഏതൊക്കെ പോർഷൻസിൽ നിന്നാണ് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നത്, ഏത് യൂണിറ്റ് അല്ലെങ്കിൽ ഏത് ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ക്വസ്റ്റ്യൻസ് വരുന്നതെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, നമ്മളൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസും ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ആ പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് അപ്കമിംഗ് ആയിട്ടുള്ള ജൂൺ ഈ എക്സാംസിനേക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീമാണ്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസും നമ്മളിത് പറയുന്നു, ആ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എവിടെയാണെന്നും അതിൽ നിന്നും എന്തുമാത്രം മാർക്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു PYQ വീഡിയോ കാണുന്നതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. പിന്നെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞ മെത്തഡോളജിയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, പാറ്റേൺ അനുസരിച്ച് നമുക്ക് പല പല ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. കൂടാതെ വെയിറ്റേജ് അനുസരിച്ചിട്ടാണ് നമ്മൾ ആൻസേഴ്സ് എഴുതേണ്ടത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യന്റെയും ഓരോ വെയിറ്റേജ് അനുസരിച്ചിട്ട് എന്തുമാത്രം നമ്മൾ എഴുതണം, എത്രമാത്രം നമ്മൾ പ്രിപ്പയർഡ് ആകണം എന്നുള്ളതാണ്. ഇപ്പൊ 20 മാർക്കിന്റെ ഒരു ലോങ് എസ്സേ അറ്റൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്ര പേജസ് കവർ ചെയ്യണം, 10 മാർക്കിന്റെ ഷോർട്ട് എസ്സേസ് അല്ലെങ്കിൽ 5 മാർക്കിന്റെ ഷോർട്ട് എസ്സേസ് ഒക്കെ എഴുതുമ്പോൾ എന്തുമാത്രം പേപ്പർ അല്ലെങ്കിൽ എന്തുമാത്രം വേർഡ്സ് നമ്മൾ കവർ ചെയ്യണം എന്നുള്ളതും നമുക്ക് ഈ ഒരു PYQ-യിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ MMPC 005 എന്ന് പറയുന്നത് MBA ഫസ്റ്റ് സെമ്മിന്റെ ഏറ്റവും ടഫായിട്ടുള്ള ഒരു പേപ്പർ എന്ന് തന്നെ പറയാം. ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പേപ്പറാണ്. അപ്പൊ അതിന് ഈ ഒരു PYQ നിങ്ങളെ കൃത്യമായിട്ടും സഹായിക്കും. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്ത് നല്ല രീതിയിൽ പോർഷൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് റിവൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ക്ലിയർ ചെയ്യാവുന്ന ഒരു പേപ്പർ കൂടെയാണ് MMPC 005 എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ മൂവിങ് ഓൺ ദ ഇൻഡെപ്ത് ആയിട്ട് നമ്മളത് നോക്കുകയാണ്. സോ ഫസ്റ്റ് വി ഹാവ് മൂവിങ് ടു സിലബസ്
മാപ്പിംഗ്. സിലബസ് മാപ്പിംഗിൽ നമ്മൾ കവർ ചെയ്യുന്നത് ബ്ലോക്ക്, യൂണിറ്റ് ആൻഡ് ടോപ്പിക് വൈസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് സ്കോറിംഗ് റൂൾ ഫോർ റെലവൻസ് ആണ്. അപ്പോൾ 10 മാർക്കിന് കൂടുതലായിട്ടും അപ്പിയർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? മീഡിയം ലെവല് 5 തൊട്ട് 9 മാർക്ക് വരെ വരുന്നത് ഏതൊക്കെയാണ്? ലോ ലെവലില് അധികം റിപ്പീറ്റഡ് ആയിട്ട് വരാത്ത ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബ്ലോക്ക് 1 യൂണിറ്റ് 1 പ്രൈമറി ആൻഡ് സെക്കൻഡറി ഡേറ്റ, മെത്തേഡ്, സെൻസസ് ആൻഡ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസ് ഒരു 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് എക്സാംസിൽ. അതുകൊണ്ട് തന്നെ ഹൈലി റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഈ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 2 ഡേറ്റ ക്ലാസിഫിക്കേഷൻ, ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ചാർട്ടിംഗ് ആണ്. ഒരു 8 ടൈംസ് റിപ്പീറ്റ് ആയിട്ട് എക്സാംസിൽ ചോദിച്ചിട്ടുണ്ട്. ഒരു മീഡിയം റെലവൻസിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് നോക്കുന്നത് ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 സെൻട്രൽ ടെൻഡൻസിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നത്. അത് അവിടെ ഫ്രീക്വൻസി അല്ല, ഒരു അപ്പിയറൻസ് 12 ടൈംസ് വന്നിട്ടുണ്ട്. തിയറിയിലും അതേപോലെ പ്രോബ്ലത്തിലും മീഡിയൻ ഒക്കെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരാറുണ്ട്. 10 മാർക്കിനൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോർഷൻ ആണ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. ദെൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 വേരിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, സ്ക്യൂനെസ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഒരു 13 ടൈംസ് നമുക്ക് ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്തിട്ട് പ്രോബ്ലത്തെ കൂടുതലായിട്ടും സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ബേസ് ചെയ്ത് തിയറീസ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സണിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഏതാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസ് ഉള്ളത് ഏതാണെന്നൊക്കെ ചോദിച്ച് നമുക്ക് വരാറുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. അപ്പൊ ആ ഒരു രീതിയിലാണ് നമ്മൾ എഴുതി പോവേണ്ടത്. അത് 13 പ്രാവശ്യം അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അടുത്തത് ബ്ലോക്ക് 2 യൂണിറ്റ് 5 പ്രോബബിലിറ്റി തിയറി അപ്രോച്ചസ് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. 9 ടൈംസ് അപ്പിയർഡ് ആണ്. പക്ഷെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് വരുന്ന എല്ലാ എക്സാംസിലും പ്രോബബിലിറ്റി വരാറുണ്ട്. തിയറി അല്ലെങ്കിൽ പ്രോബ്ലം മസ്റ്റ് ആയിട്ടും വരുന്ന ഒരു പോർഷൻ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ യൂണിറ്റ് 6 ബ്ലോക്ക് 2 യൂണിറ്റ് 6 ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ആണ്. 5 ടൈംസ് മീഡിയം ലെവലിൽ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബ്ലോക്ക് 2 തന്നെ യൂണിറ്റ് 7 കണ്ടിന്യൂസ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ 4 ടൈംസ് ലോ ആണ്. അതേപോലെ തന്നെ 8th യൂണിറ്റിലെ ഡിസിഷൻ തിയറി, ഡിസിഷൻ ട്രീ അതൊരു 8 ടൈംസ്. ഇപ്പൊ ലേൺ വൈസിലെ സ്റ്റുഡൻസിനാണെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് അറിയാം. കാരണം നമ്മുടെ ലൈവ് സെഷൻസിനകത്ത് ലൈവ് എടുക്കുന്ന ഫാക്കൾട്ടി ഒക്കെ നിങ്ങളുടെ റിപ്പീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു തിയറി പോർഷൻസ് നിങ്ങൾ ക്ലിയർ ആയിട്ട് പഠിക്കണം എന്ന് പറയാറുണ്ട്. ഡിസിഷൻ ട്രീയും ഡിസിഷൻ തിയറിയും. അതേപോലെ അടുത്തത് ബ്ലോക്ക് 3 ആണ്. ബ്ലോക്ക് 3 9th യൂണിറ്റിൽ സാമ്പിളിംഗ് മെത്തേഡ് വളരെ എളുപ്പമാണ്. സാമ്പിളിംഗ് എന്ന് പറയുന്നത് തിയറി ആയിട്ട് പഠിക്കാനായിട്ട് +2 തൊട്ടേ കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുത്ത് വന്നവരാണെങ്കിൽ +2 തൊട്ടേ പഠിച്ചു വരുന്ന കാര്യമാണ് എന്താണ് സാമ്പിളിംഗ് എന്നും. സാമ്പിളിംഗ് 2 തരത്തിലാണ്, പ്രോബബിലിറ്റി, നോൺ പ്രോബബിലിറ്റി ഉണ്ട്. അതൊരു 10 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 10th സാമ്പിളിംഗ് ഡിസ്ട്രിബ്യൂഷൻ സെൻട്രൽ ലിമിറ്റ് തിയറമാണ്. അതൊരു മീഡിയം ലെവൽ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ബ്ലോക്ക് 3 തന്നെ ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഓർ ടൈപ്പ് ഓഫ് ഇറർ, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മീഡിയം ലെവൽ ആണെങ്കിലും ഹൈപ്പോത്തസിന്റെ കൈസ്ക്വയർ ഒക്കെ പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. ദെൻ യൂണിറ്റ് 12 കൈ സ്ക്വയർ ടെസ്റ്റും അതുപോലെ ഗുഡ്നെസ് ഓഫ് പീപ്പിൾ ഒരു 6 ടൈംസ് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അടുത്തതാണ് ഫോർകാസ്റ്റിംഗ്. നമ്മുടെ ബ്ലോക്ക് 4 ഫോർകാസ്റ്റിംഗ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലോങ് ടൈമും ഷോർട്ട് ടൈമും ഉണ്ട് ഫോർകാസ്റ്റിംഗിൻ്റെത്. ടൈം സീരീസും ഇൻഡെക്സ് നമ്പറും ഒക്കെ കവർ ചെയ്യുന്ന പോർഷൻ ആണ് ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഒരു 8 ടൈംസ്. അതൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിനകത്ത് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചു വരുന്ന ഒരു പോർഷൻ ആണ് ഈ പറഞ്ഞ ഫോർകാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അടുത്തത് 14th യൂണിറ്റിലാണ് കോറിലേഷൻ, റാങ്ക് കോറിലേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. 12 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. റാങ്ക് കോറിലേഷന്റെ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് സെയിം ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. കോറിലേഷൻ ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻസ് നമ്മൾ അങ്ങനെ ക്യൂറ്റിയിൽ റീസെന്റ് ആയിട്ട് കാണുന്നുമില്ല. കോറിലേഷനും അതല്ലെങ്കിൽ റാങ്ക് കോറിലേഷനും കമ്പൽസറി ആയിട്ടും പഠിച്ചു പോകേണ്ട പോർഷൻസ് തന്നെയാണ്. ദെൻ 15th യൂണിറ്റിൽ നിന്നും റിഗ്രഷൻ ആണ് ചോദിക്കുന്നത്. 10 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് 16th യൂണിറ്റ് ടൈം സീരീസ് അതുപോലെ ഡീകമ്പോസിഷൻ, ബോക്സ് ടിപ്സ് ഉണ്ട്. ഇതും മീഡിയം ലെവലാണ്. ടൈം സീരീസ് പക്ഷെ നമുക്കൊരു എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇതിൽ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു 10 to above വരുന്ന 10, 12, 13 ടൈംസ് ഒക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും പഠിച്ചിട്ട് പോവുക. പിന്നെ ടൈമിനനുസരിച്ചിട്ട് ലോ ലെവലിലുള്ളത് പഠിച്ചു പോവുക. പക്ഷെ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഹൈ അല്ലെങ്കിൽ മീഡിയം ലെവലിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് നിങ്ങൾ കമ്പൽസറി ആയിട്ടും കവർ ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കുക.
ഇതൊരു ഒരു ബാർ ചാർട്ടാണ്. ബാർ ചാർട്ടിനകത്ത് ടോട്ടൽ ക്വസ്റ്റ്യൻസ് പെർ ബ്ലോക്ക് ആണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ബാർ ചാർട്ട് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. തൊട്ട് മുമ്പത്തെ ആ ഒരു ടേബിൾ കണ്ടാലും നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളായിരുന്നു. ബ്ലോക്ക് 1-ൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് വന്നിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ ബ്ലോക്ക് 4 ആണ്, പിന്നെ ബ്ലോക്ക് 3, ദെൻ ബ്ലോക്ക് 2. പിന്നെ ഹീറ്റ് മാപ്പ് സമ്മറിയാണ്. ഹീറ്റ് മാപ്പ് സമ്മറിയിൽ നമ്മുടെ മീഡിയം ലെവൽ അതേപോലെ ഹൈ പ്രയോറിറ്റി കൊടുക്കേണ്ട യൂണിറ്റ്സുകൾ ഏതൊക്കെയാണെന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഈ ഒരു മാപ്പിൽ നോക്കുവാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ഡാർക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് ഹൈ ഇമ്പോർട്ടന്റും, അതേപോലെ തന്നെ റെഡ് ഷെയ്ഡിൽ കൊടുത്തിട്ടുള്ളത് മീഡിയവും, അതേപോലെ യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നത് ലോയുമാണ്. അപ്പൊ അതിൽ തന്നെ നമുക്ക് യൂണിറ്റ് 3, 4, അതേ ബ്ലോക്ക് 3-ലെ യൂണിറ്റ് 1, അതേപോലെ തന്നെ ബ്ലോക്ക് 4-ലെ യൂണിറ്റ് 6ഉം ഒക്കെയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് സെൻട്രൽ ടെൻഡൻസി, വേരിയേഷൻ, സാമ്പിളിംഗ്, കോറിലേഷൻ, റിഗ്രഷൻ ഒക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അടുത്തത് കീ ഇൻസൈറ്റ് ബോക്സ് ആണ്. ടോപ്പ് ആയിട്ട് നമ്മൾ ഏറ്റവും ഹൈ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു പോകുന്നത്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വി ഷുഡ് കവർ എന്ന് പറയുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് വേരിയേഷൻ ആണ്. റെഗുലർലി ടെസ്റ്റഡ് ആണ്, ഇൻക്ലൂഡിംഗ് കാൽക്കുലേഷൻസ് ആൻഡ് തിയറി മിസ്റ്ററി. തിയറി ബേസ്ഡ് ആയിക്കോട്ടെ പ്രോബ്ലം ബേസ്ഡ് ആയിക്കോട്ടെ നമുക്ക് വരുന്ന ഒരു പോർഷൻസ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോറിലേഷൻ ആൻഡ് റിഗ്രഷൻ മസ്റ്റ് ആണ്, നിങ്ങളത് മസ്റ്റ് ആയിട്ട് പഠിച്ചു പോകേണ്ടതാണ്. കോറിലേഷൻ റിഗ്രഷൻ ബ്ലോക്ക് 4-ലേത്. സാമ്പിളിംഗ് മെത്തേഡ് തിയറിയിൽ കമ്പൽസറി ആയിട്ടും എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് സാമ്പിളിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്, മസ്റ്റ് ആയിട്ടും അത് പഠിക്കുക. നിങ്ങൾ ഓൾറെഡി ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അതല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കോംപ്രിഹെൻസീവ് സപ്പോർട്ട് ലേൺവൈസിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോടുകൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കാൻ ലേൺവൈസ് എപ്പോഴും തന്നെ ശ്രദ്ധിക്കാറുണ്ട്. ലേൺവൈസിന്റെ വ്യത്യസ്ത സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അതുപോലെ ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയിട്ടുള്ളവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ പോവുക. നിങ്ങൾക്ക് അവിടെ ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ഞങ്ങളുടെ എക്സിക്യൂട്ടീവുമായിട്ട് ബന്ധപ്പെടുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. അടുത്തത് കോംപ്രഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. കോംപ്രഹെൻസീവ് എക്സാം അനാലിസിസ് പാറ്റേണിൽ നമുക്ക് ഉള്ളത് പറഞ്ഞാൽ എസ്എ ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ഉണ്ട്, അതേപോലെ ഷോർട്ട് നോട്ട്സും ഡെഫിനിഷൻസും അതേപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ആണ് കൂടുതലായിട്ട് വരുന്നത്. എസ്എ ടൈപ്പിൽ ഇൻഡെപ്ത് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് കൊടുത്ത് വേണം നമ്മൾ എഴുതാനായിട്ട്. ഈ ലാസ്റ്റ് നമുക്ക് പറഞ്ഞിട്ടുള്ള ടൈം സീരീസും ഫോർകാസ്റ്റിംഗും ഒക്കെ എസ്എ ടൈപ്പിലാണ് വരുന്നത്. സാമ്പിളിംഗ് ഒക്കെ എസ്എ ടൈപ്പിലാണ്, പ്രോബിലിറ്റി എസ്എ ടൈപ്പിൽ വരാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചെഴുതാനായിട്ട് ശ്രമിക്കുക. അതിന് ഷോർട്ട് നോട്ട്സിൽ ഡെഫിനിഷൻസ് ഇൻക്ലൂഡ് ചെയ്ത് നമ്മളൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഒക്കെയാണ് കൂടുതലായിട്ട് വരാറുള്ളത്. അതൊരു ഡെഫിനിഷൻസോട് കൂടി തന്നെ ടോപ്പ് പോയിന്റ്സ് മിസ്സാകാതെ എഴുതാനായിട്ട് ശ്രമിക്കുക. ന്യൂമറിക്കൽ പ്രോബ്ലംസും നമ്മൾ ഇതേപോലെ ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതുക. ഇൻ കേസ് ഫൈനൽ ആൻസറിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ കൂടി സ്റ്റെപ്സ് കറക്റ്റ് ആയിട്ടും ഇക്വേഷൻസ് കറക്റ്റ് ആയിട്ടും നോട്ട് ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ദെൻ കേസ് ആപ്ലിക്കേഷൻ ഡേറ്റ അനാലിസിസ് ആണ്. കേസ് ആപ്ലിക്കേഷൻസ് നമുക്ക് ഹൈപ്പോത്തീസിസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കേസ് ആപ്ലിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ളതാണ് നമുക്ക് ചോദിക്കാറുള്ളത്. അനലൈസ് ചെയ്ത് ഇന്റർപ്രറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാറുണ്ട്. പിന്നെ MCQ ക്വസ്റ്റ്യൻസ് ഒന്നും നമുക്ക് അങ്ങനെ QT ചോദിച്ച് കാണാറില്ല. പിന്നെ മാർക്ക് റേഞ്ച് ആൻഡ് ലെങ്ത് ആണ്. എസ്ഐ ടൈപ്പും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ 10 to 15 മാർക്സിന് ഒരു 20 to 30 വേർഡ്സോളം നമ്മൾ എഴുതേണ്ടതാണ്. 1 to 1.5 റിട്ടേൺ പേജസ് ഒക്കെയാണ് നമുക്കത് മിനിമം വേണ്ടത്. ഷോർട്ട് നോട്ട്സും ഡെഫിനിഷൻസും ആണെങ്കിൽ 5 മാർക്സിനാണ് വരുന്നത്. 50 to 80 വേർഡ്സ് നമുക്കത് എഴുതേണ്ടതായിട്ട് വരുന്നു. ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആണെങ്കിൽ 10 to 15 മാർക്സിനാണ് കൂടുതൽ ചോദിക്കാറുള്ളത്. അവിടെ നമ്മൾ കാൽക്കുലേഷൻസ് ഒക്കെ ബ്രീഫ് ചെയ്യാനായിട്ട് സൈഡിൽ തന്നെ കാൽക്കുലേഷൻസ് ഒക്കെ ബ്രീഫ് ചെയ്ത് നീറ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ കേസ് ആപ്ലിക്കേഷൻ ഡേറ്റ അനാലിസിസ് ഒരു 10 to 15 മാർക്സിന് 150 to 250 വേർഡ്സോളമാണ് നമുക്ക് ചോദിച്ച് വരുന്നത്. പിന്നെ ക്വസ്റ്റ്യൻ ഫോർമാറ്റ് ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ
ഫോർമാറ്റ് ആണ്. ക്വസ്റ്റ്യൻ ഫോർമാറ്റിൽ എസ് എ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. അതിനകത്ത് നമ്മൾ ഇൻട്രൊഡക്ഷൻസ് കൊടുത്ത് ഡെഫിനിഷൻസ് കൊടുത്ത് പോയിന്റ്സ് കൊടുത്തിട്ട് ദെൻ ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഇലാബറേറ്റ് ദ പോയിന്റ്സിനെ നമ്മളൊന്ന് ഇലാബറേറ്റ് ചെയ്ത് കൺക്ലൂഡ് ചെയ്ത് എഴുതുക. അപ്പൊ അതിൽ ഈ പ്രോബബിലിറ്റി അതേപോലെ തന്നെ ഇപ്പൊ സാമ്പിളിങ്ങിന്റെ ചോദിക്കുവാണെങ്കിൽ സാമ്പിളിംഗ് എന്ന് പറയുന്നത് എന്താണെന്നും സാമ്പിളിങ്ങിനെ നമ്മൾ എഗെയിൻ ഡിവൈഡ് ചെയ്യുന്നു പ്രോബബിലിറ്റി സാമ്പിളിംഗും അതേപോലെ നോൺ പ്രോബബിലിറ്റി സാമ്പിളിംഗ് എന്നും. എഗെയിൻ നമ്മൾ അതിനെ സാമ്പിളിങ്ങിനെ എഗെയിൻ നമ്മൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്താണ് റാൻഡം ആയിട്ട് നമ്മൾ അല്ലെങ്കിൽ റീപ്ലേസ്മെന്റും നോൺ റീപ്ലേസ്മെന്റും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എഗെയിൻ നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഒരു ഡയഗ്രമായി റെപ്രസെന്റ് ചെയ്തിട്ട് ദെൻ ആഫ്റ്റർ അത് ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതേപോലെ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ആവുമ്പോൾ ഇക്വേഷൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കുക, മിസ്റ്റേക്സ് ഒന്നും വരാതെ തന്നെ കറക്റ്റ് ആയിട്ട് അതൊക്കെ ഇക്വേഷൻസ് ഒക്കെ നോട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിനൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്ന രീതിയിൽ ബോക്സിലൊക്കെ ആക്കി വൃത്തിയായിട്ട് നീറ്റായിട്ട് എഴുതാനായിട്ട് നമ്മളത് ശ്രമിക്കുക. അടുത്തത് ഷോർട്ട് നോട്ട്സ് ഒക്കെ ആണെങ്കിൽ ഡെഫിനിഷൻസ് മസ്റ്റ് ആയിട്ട് എഴുതുക. ഒരു 50 to 80 വേർഡ്സ് ഹാഫ് പേജ് കവർ ചെയ്യുന്ന രീതിയിൽ ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാനായിട്ട് ശ്രമിക്കുക. 5 മാർക്കിനൊക്കെയാണ് ഷോർട്ട് നോട്ട്സ് ചോദിക്കാറുള്ളത്. 5 മാർക്കിന്റെ 4 എണ്ണം ഒരു 6 7 ക്വസ്റ്റ്യൻസ് വന്നിട്ട് എനി 4 എന്നായിരിക്കും നമുക്ക് ചോദിക്കുന്നുണ്ടാവുക. പിന്നെ കേസ് ആപ്ലിക്കേഷൻസ് വരുമ്പോൾ വ്യക്തമായിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക, നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ബ്ലോക്ക് 1 ആവറേജ് മാർക്ക് പെർ പേപ്പർ നമ്മൾ നോക്കുകയാണെങ്കിൽ 24 ആണ്. ഔട്ട് ഓഫ് 100 ഒരു 24% ക്വസ്റ്റ്യൻസ് നമുക്ക് ബ്ലോക്ക് 1 നിന്നും എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ബ്ലോക്ക് 2 ഒരു 19% ക്വസ്റ്റ്യൻസ് നമുക്ക് അതിന് മാർഗിനുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ബ്ലോക്ക് 3 27%, ബ്ലോക്ക് 4 30% മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഈ ഒരു PYQ നമ്മൾ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് 2021 ഡിസംബർ 2021 ടു ഡിസംബർ 2024 വരെയുള്ള എക്സാംസിന്റെ അല്ലെങ്കിൽ ഇഗ്നോന്റെ എക്സാം പ്രീവിയസ് ഇയർ അനലൈസ് ചെയ്തതിന്റെ ബേസിസിലാണ് നമ്മൾ ഈ ഒരു PYQ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ദെൻ ഈ ഒരു വിഷ്വലൈസ് ട്രെൻഡിൽ പറയുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ പാറ്റേൺ ഒരു യെല്ലോ ഷെയ്ഡിൽ കൊടുത്തിരിക്കുന്നതാണ്. അത് 2021 ടു 2024 നോക്കുമ്പോഴത്തേക്കിന് ആ പാറ്റേൺ കുറഞ്ഞു വന്നിരിക്കുന്നതായിട്ട് കാണാം. കണ്ടില്ലേ? എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതിന്റെ ആ ഒരു അളവ് കുറഞ്ഞു. അതേ ന്യൂമറിക്കൽ പ്രോബ്ലംസ് കൂടുതലായിട്ടും 2021 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 24 നോക്കുമ്പോൾ അത് കൂടുതലായിട്ട് കാണാനായിട്ട് സാധിക്കുന്നു. ഷോർട്ട് നോട്ട്സും അതേപോലെ തന്നെ കുറവാണ്. കമ്പയർഡ് ടു 21-24 ആയപ്പോഴത്തേക്കിന് കുറവും. അതേപോലെ തന്നെ കേസ് ആപ്ലിക്കേഷൻസ് ആണ് കൂടുതൽ. അപ്പൊ പ്രോബ്ലംസും കേസ് ആപ്ലിക്കേഷൻസും ആണ് കൂടുതലായിട്ട് നമ്മളിവിടെ കാണുന്നത്. തൊട്ട് മുകളിൽ തന്നിരിക്കുന്ന ആ ഒരു ഈ ഒരു ഫിഗറിനെ ബേസ് ചെയ്തിട്ട് വെയിറ്റേജ് ഒക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ 2021 എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് 36% ചോദിച്ചിട്ടുണ്ടായിരുന്നു, ന്യൂമറിക്കൽ 32, ഷോർട്ട് നോട്ട്സ് 20, കേസ് ബേസ്ഡ് 12% ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതേ കാര്യം തന്നെ 2022 വന്നപ്പോഴത്തേക്കിന് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറഞ്ഞിരിക്കുന്നു, 32 വന്നിരിക്കുന്നു. അത് കഴിഞ്ഞാൽ ന്യൂമറിക്കൽ പോർഷൻസ് 34 ആകുക ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കേസിൻ്റെത് 15% കൂടിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നോക്കിയാൽ 2023 29 ആയിട്ടുണ്ട് എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ന്യൂമറിക്കൽ 38 ആയിട്ടുണ്ട്, ഷോർട്ട് നോട്ട്സ് 17 അതേപോലെ ഡേറ്റ അനാലിസിസ് 16 ആണ്. അപ്പൊ അവിടെ നമ്മളൊക്കെ വിഷ്വലി നമുക്ക് കാണാൻ വിസിബിൾ ആണ്. 38% കൂടി വരികയാണ്. പ്രോബ്ലം പേപ്പേഴ്സ് ക്യൂറ്റിയിൽ ചോദിക്കുന്നത് അല്ലെങ്കിൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത് കൂടുകയും അതേപോലെ തന്നെ കേസ് ബേസ്ഡ് അനാലിസിസ് കൂടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം ആ പാറ്റേൺ ഫോളോ ചെയ്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. പിന്നെ പാറ്റേൺ ഹൈലൈറ്റ് ചെയ്യുന്നത് ന്യൂമറിക്കൽ പ്രോബ്ലത്തിൽ ഒരു സ്റ്റഡി ഇൻക്രീസ് ആണ്. നമ്മൾക്ക് അവിടെ എങ്ങും കുറഞ്ഞതായിട്ട് കാണുന്നില്ല. 32 നിന്നത് 40%ഓളം കവറായി വന്നു. അതാ ഞാൻ ആദ്യം പറഞ്ഞത് 60% തിയറിയോളം വന്നാൽ 40% പ്രോബ്ലം തന്നെ വരുന്നുണ്ട്. ആ ലെവലിലോട്ട് ക്യൂറ്റിയുടെ പാറ്റേൺ ചേഞ്ച് ആയിട്ടുണ്ട്. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ലോങ് എക്സെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ കേസ് ബേസ്ഡ് അനാലിസിസ് കൂടിയിട്ടുണ്ട്. അപ്പൊ ഹൈപ്പോത്തസിസ് പോർഷൻസ് ഒക്കെ നല്ല രീതിയിൽ നോക്കി പരീക്ഷയ്ക്ക് പോവുക. പിന്നെ പ്രിപ്പറേഷന്റെ ടിപ്സ് ആണ് പറയുന്നത്. 3 hour ആണ് ടൈം വരുന്നത്, 100 മാർക്സ് ആണ്. MMPC 5 എന്ന് പറയുന്ന പേപ്പർ തുടക്കത്തിലെ എല്ലാ സ്റ്റുഡൻസിനും ഒരു ബുദ്ധിമുട്ടുള്ള പേപ്പർ തന്നെയാണ് MMPC 5 എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടത് ഒരു 70 മിനിറ്റോളം നമ്മൾ ആൻസേഴ്സ് എഴുതാനായിട്ട് തന്നെ മാക്സിമം നമ്മളത് കവർ ചെയ്യുക. നമുക്ക് ഉള്ള ടൈമിൽ മാക്സിമം നമ്മൾ അതിന് തന്നെ. പക്ഷേ ആദ്യത്തെ ഒരു 10 അല്ലെങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് ക്വസ്റ്റ്യൻസ് വായിക്കാനായിട്ട് നിങ്ങളത് സ്പെൻഡ് ചെയ്യണം. മസ്റ്റ് ആയിട്ട് യു ഹാവ് ടു. ദെൻ ആഫ്റ്റർ എക്സാംസ് കഴിഞ്ഞിട്ടും ഒരു
10 to 15 or 10 to 5 മിനിറ്റ്സോളം നിങ്ങൾ ഇത് റിവ്യൂ ചെയ്യാനായിട്ട്, എന്തെങ്കിലും പോർഷൻസ് നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടോ, അതേപോലെ ആൻസേഴ്സിന്റെ നമ്പർ ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ. ചില കുട്ടികൾ ക്യൂറ്റഡ് എക്സാംസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇക്വേഷൻസ് ഒക്കെ മിസ്സാവാതിരിക്കാൻ അല്ലെങ്കിൽ കാൽക്കുലേഷൻസ് ഒക്കെ തെറ്റാതെ അല്ലെങ്കിൽ അധികം നമുക്ക് സ്ട്രൈക്ക് ചെയ്യേണ്ടി വരാത്ത രീതിയിൽ പെൻസിലൊക്കെ ഇട്ട് മാർക്ക് ചെയ്യാറുണ്ട്. അങ്ങനെ പെൻസിലിട്ട് എഴുതിയ കാര്യങ്ങൾ പേനയിട്ട് തന്നെ അവസാനം എഴുതിയിട്ടുണ്ട് എന്ന് ഫൈനലൈസ് ചെയ്യേണ്ട ടൈമും നിങ്ങളത് എടുക്കണം. ആഫ്റ്റർ പരീക്ഷ എഴുതിയതിനു ശേഷം ബുക്ക്ലെറ്റ് നമ്മൾ ഹാൻഡ് ഓവർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒന്ന് റിവ്യൂ ചെയ്തിട്ട് വേണം നമ്മളത് കൊടുക്കാൻ. പേജ് നമ്പേഴ്സ് എല്ലാം കറക്റ്റ് ആണ്, അതേപോലെ തന്നെ ക്വസ്റ്റ്യൻ നമ്പറിന്റെ പേജസ് എല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ നമ്പേഴ്സിന്റെ കാര്യങ്ങളെല്ലാം കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങളൊന്ന് ഉറപ്പുവരുത്തുക. പിന്നെ നോക്കുന്നത് ഇയർലി ബേസ്ഡ് ആണ്. എഗെയിൻ നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യായിരുന്നു ഒരു ടേബിളിൽ. എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ, ന്യൂമറിക്കൽ പ്രോബ്ലത്തിന്റെയും ഷോർട്ട് നോട്ട്സിന്റെ ഒക്കെ കാര്യങ്ങൾ എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു. ആസ് കമ്പയർ ടു 2001 നമുക്ക് 2024 എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസിന്റെ അളവ് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. അതേ സ്ഥാനത്ത് ന്യൂമറിക്കൽ പ്രോബ്ലം ക്വസ്റ്റ്യൻസിന്റെ അളവ് കൂടി, അതേപോലെ കേസ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് കൂടിയിട്ടുണ്ട്. പാറ്റേൺ അനലൈസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു പാറ്റേൺ നമ്മൾ ഈ ഒരു ടേബിളിൽ കണ്ട കാര്യങ്ങൾ എഗെയിൻ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ന്യൂമറിക്കൽ പ്രോബ്ലംസിന്റെ അളവ് കൂടി വരുന്നു, അതേപോലെ കേസ് ബേസ്ഡ് അനാലിസിസും കൂടുന്നു, ഷോർട്ട് നോട്ട്സും അതേപോലെ എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻസും അധികം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ അങ്ങനെ കാണുന്നില്ല. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. ബ്ലോക്ക് വൈസ്, യൂണിറ്റ് വൈസ്, ടോപ്പിക് വൈസ് നോക്കുമ്പോൾ ഏറ്റവും ടോപ്പ് 10 റിപ്പീറ്റിംഗ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ആൻഡ് ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി, സാമ്പിളിംഗ് മെത്തേഡ് 8 ടൈംസ് വന്നിട്ടുണ്ട്. ഡിസ്ക്രൈബ് ദ സ്റ്റെപ്സ് ആൻഡ് ദി ഇമ്പോർട്ടൻസ് ഓഫ് ഹൈപ്പോത്തസിസ് ടെസ്റ്റിംഗ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസ്, കാൽക്കുലേറ്റ് ദ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ഫ്രം ഗിവൻ ഡേറ്റ ആൻഡ് ഇന്റർപ്രറ്റ് ദ റിസൾട്ട്, ഡിസ്കസ് ദ വേരിയസ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് their merit, write short notes on normal distribution, binomial distribution and Poisson distribution. Then explain the decision tree approach in decision theory with a stable example. What is the significance of standard deviation? Compute standard deviation of the data set. Describe the method of collecting primary and secondary data. Then explain chi-square distribution and its applications in testing independence. Then comment on the use and the limitations of time series decomposition method in forecasting. അപ്പൊ ഇത്രയാണ് നമുക്ക് ആ ഒരു റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രീക്വൻസി ടേബിൾ ആണ്. കുറെ ക്വസ്റ്റ്യൻസിന്റെ അത് എന്തുമാത്രം അളവിൽ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടും ഉണ്ടെന്നാണ്. അവിടെ പ്രോബിലിറ്റി വൈസസ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് ഉണ്ട്. അതിൽ ബ്ലോക്ക് 3 യൂണിറ്റ് 9 അത് വന്നിട്ടുള്ളത്. അതേപോലെ സ്റ്റെപ്സ് ഇൻ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് വന്നിട്ടുണ്ട്. അത് ബ്ലോക്ക് 3 യൂണിറ്റ് 11 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട് 10 മാർക്സിന്. കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻസ് ബ്ലോക്ക് 4 യൂണിറ്റ് 14 7 ടൈംസ് 10 മാർക്സ് ആണ് ആവറേജ് എടുത്തിട്ടുള്ളത്. ദെൻ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ബ്ലോക്ക് 1 യൂണിറ്റ് 3 അപ്പിയർ ചെയ്തിട്ടുള്ളത് 6 ടൈംസ് ആണ്, ആവറേജ് മാർക്ക് 10 ആണ്. നോർമൽ ബൈനോമിനൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് മാർക്ക് എന്ന് പറയുന്നത് 5 ആണ്. ഡിസിഷൻ ട്രീ അപ്രോച്ച് ആണ്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, ആവറേജ് മാർക്ക് 10 ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബ്ലോക്ക് 1 യൂണിറ്റ് 4 ആണ്. 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്, 10 മാർക്സ് ആവറേജ് എക്സ്പെക്ടഡ്. Then standard deviation block 1 unit 4 5 times average mark 10. Method of data collection block 1 unit 1 5 times appear ചെയ്തിട്ടുണ്ട്, average mark 5. chi-square and application block 3 unit 12 appear ചെയ്തിട്ടുള്ളത് 4 times ആണ്, then average mark 10. Time series decomposition block 4 unit 16 appear ചെയ്തിട്ടുള്ളത് 4 times ആണ്, average mark എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ നിങ്ങൾ? അല്ലെങ്കിൽ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ പിജിയോ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കാം. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാനാകും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൾ വഴിയോ വാട്സ്ആപ്പ് വഴിയോ ബന്ധപ്പെടാം.
അടുത്തത് സ്ട്രാറ്റജിക് അഡ്വാൻസ് പ്ലാനിലാണ്. അഡ്വാൻസ് പ്ലാനിൽ നമ്മൾ നോക്കുന്നത് പ്രാക്ടീസ് ഈച്ച് ഓഫ് ദിസ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് ട്വൈസ് ടൈംസ്. ഒരു മിനിമം ഒരു ഈ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മളൊരു 2 തവണയെങ്കിലും നമ്മളത് ആ ഒരു കാര്യം ചെയ്ത് നോക്കുക. ഇതൊരു അഡ്വൈസ് ആയിട്ട് പറയുന്നതല്ല, നിങ്ങൾക്കത് ഇപ്പൊ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് വളരെ റിപ്പീറ്റ് ആയിട്ട് പരീക്ഷയ്ക്ക് ചോദിച്ചു വരുന്നത് കൊണ്ട് വളരെ റിലവന്റ് ആണ്. അപ്പൊ അത് ആ രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. 10 മാർക്കിന് വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 10 to 15 മിനിറ്റ്സ് ഒക്കെ അതിന് സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് കോറിലേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഒക്കെയാണ് ചോദിക്കുന്നുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പ്രോബ്ലംസ് ചെയ്യുക. എഗെയിൻ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. പിന്നെ കഴിവതും ടെക്സ്റ്റിലെ തന്നെയാണ് ചോദിക്കുന്നത്, ചിലപ്പം വാല്യൂസ് മാത്രം ചേഞ്ച് ആവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ തിയറിറ്റിക്കൽ ആൻഡ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ മൈൻഡ് മാപ്പിംഗിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസിന്റെ എസ്സേസ് നമ്മൾ ആ ഒരു പോയിന്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് നിങ്ങളുടേതായ സെന്റൻസിൽ ഇത് എഴുതാൻ പറ്റുമെങ്കിൽ ബെറ്റർ ആയിരിക്കും. അതല്ലാതെ അതിന്റെ പോയിന്റ്സ് ഒന്നും മിസ്സാകാത്ത രീതിയിൽ വൃത്തിയായിട്ടത് നോക്കുക. പിന്നെ ഈ ഒരു പൈ ചാർട്ടാണ്. പൈ ചാർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ടോപ്പ് 10 റിപ്പീറ്റ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ അതർ ക്വസ്റ്റ്യൻസുമാണ്. ഒരു 62% ക്വസ്റ്റ്യൻസും റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത് ക്യൂറ്റിയിൽ. അതർ ക്വസ്റ്റ്യൻസ് ന്യൂലി ചോദിക്കുന്ന അല്ലെങ്കിൽ വളരെ ഫ്രീക്വന്റ് ആയിട്ട് ചോദിക്കാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു 38% മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പൊ ടോപ്പ് 10% നോക്കുമ്പോൾ അതിൽ 62% എന്താണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീവിയസ് ഇയർ PYQ ഒക്കെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു ഫൈനൽ പ്രിപ്പറേഷനായി വേണ്ടിയിട്ട്. പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡിക്ഷൻ അനാലിസിസ് ആണ്. ഫസ്റ്റ് ബ്ലോക്ക് 1 യൂണിറ്റ് 3 മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി പ്രോബിലിറ്റി എന്ന് പറയുന്നത് 88% ആണ്. അപ്പം മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി മസ്റ്റ് ആയിട്ട് നോക്കുക. അതേപോലെ തന്നെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയേഷൻ 75 ഇതാണ്. അതേപോലെ തന്നെ probability and non-probability sampling 88%, hypothesis testing procedure 75%, then correlation and rank correlation 75%, probability distribution binomial Poisson normal distribution 63%, median level ചോദിക്കാൻ സാധ്യതയുണ്ട്. Then decision tree approach in decision theory 50%, chi-square test and goodness of 50%, time series decomposition method 50%, method of data collection 38%, then continuous probability distribution 25%, then regression 38%. ഈ ഒരു ഫുഡ് നോട്ട്സിന്റെ ജസ്റ്റിഫിക്കേഷൻ പറയുകയാണെങ്കിൽ 7 of the last 8 purpose include mean median mode calculation അല്ലെ. കഴിഞ്ഞ ഒരു 8 പേപ്പറുകൾ എടുക്കുമ്പോൾ അതിൽ 7 പേപ്പറിനകത്ത് മീൻ മീഡിയൻ മോഡിന്റെ ഒരു കാൽക്കുലേഷൻ അല്ലെങ്കിൽ എക്സ്പ്ലേഷൻ വരുന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 6 തവണ കഴിഞ്ഞ ഒരു 8 പേപ്പറിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അതിലൊരു 6 പേപ്പറിനകത്തും നമുക്ക് എന്താണ് കമ്പ്യൂട്ടേഷൻസ് വരുന്നുണ്ട്. പിന്നുള്ളത് ഒരു കമ്പൽസറി ആയിട്ടും ലോങ് എസ്സേസ് ചോദിച്ച് കാണുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റെപ്പ് ആപ്ലിക്കേഷൻസ് വരുന്ന രീതിയിൽ ഇപ്പൊ ഹൈപ്പോത്തിസിസ് ഒക്കെ ആണെങ്കിൽ സ്റ്റെപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അതേപോലെ തന്നെ കാൽക്കുലേഷൻസ് പ്രോബ്ലംസ് കൂടുതലായിട്ടാണ് കാണുന്നത്. പിന്നെ ബൈനോമിയൽ നോർമൽ അല്ലെങ്കിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻസ് ഒക്കെ റിപ്പീറ്റ് ചെയ്ത് കാണുന്നുണ്ട് ഷോർട്ട് നോട്ട്സിൽ. ഡിസിഷൻ ട്രീയും റിപ്പീറ്റ് ചെയ്ത് ഷോർട്ട് നോട്ട്സിൽ നമ്മൾ കാണുന്നുണ്ട്. chi-square, ഫോർകാസ്റ്റിംഗ്, അതായത് ടൈം സീരീസ്, ഡീകമ്പോസിഷൻ, അതേപോലെ തന്നെ ഡേറ്റ കളക്ഷൻ മെത്തേഡ്സ്, റിഗ്രഷൻ മോഡൽ, ഇതൊക്കെ ഒരു 8 ടൈംസിൽ ഒരു 3 ടൈംസ് ഒരു 8 ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താൽ 3 ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് നമുക്കത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ പ്രയോറിറ്റി സ്റ്റഡി ലിസ്റ്റ് ആണ്. ഹൈ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരു ഏറ്റവും കൂടുതൽ 70 ഓർ അതിന് എബോവ് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അതേപോലെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് വേരിയേഷൻ, പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ്, ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ, കോറിലേഷൻ ആൻഡ് റാങ്ക് കോറിലേഷൻ. അടുത്തത് ഇത്രയാണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. ദെൻ സ്റ്റഡി സ്ട്രാറ്റജി ഫുൾ ലെങ്ത്തിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം QT പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് പ്രോബ്ലം പേപ്പേഴ്സ് എപ്പോഴും അല്ലെങ്കിൽ പ്രോബ്ലംസ് അത് നമ്മളൊരു എക്സാംസിന്റെ ഒരു തലേദിവസം അല്ലെങ്കിൽ ഒരു 2 days ബിഫോർ സ്റ്റാർട്ട് ചെയ്യുക. തിയറി നിങ്ങൾ നേരത്തെ പഠിച്ചു വെക്കുക, അതൊരു സിമ്പിൾ നോട്ടാക്കി പ്രിപ്പയർ ചെയ്ത് വെക്കുക. എപ്പോഴും പ്രോബ്ലത്തിൽ നമുക്കറിയാം MPC 5 നമുക്ക് പല ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാനായിട്ട് വരും. കോറിലേഷൻ തന്നെ പല മെത്തേഡ്സിൽ പല ഇക്വേഷൻസ് നമുക്ക് ചെയ്ത് പ്രൂവ് ചെയ്യാനായിട്ട്
സാധിക്കും. അതിൽ നിങ്ങൾക്ക് ഏറ്റവും കൺവീനിയന്റ് ഏതാണോ ആ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ബേസ് ഉള്ളവർക്ക്, ബേസ് എന്ന് പറഞ്ഞാൽ നേരത്തെ ക്യൂറ്റി പഠിച്ചിട്ടുള്ള സ്റ്റുഡൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഇക്വേഷൻസ് ആയിരിക്കും അവർ പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ചിട്ട് തന്നെ അവർക്ക് ചെയ്തു പോവാം, കുഴപ്പമൊന്നുമില്ല. അപ്പൊ അതൊരു എക്സാമിന് ഒരു ദിവസം 2 ദിവസം മുമ്പോ നിങ്ങൾ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുക. കാരണം ആ ഒരു ടൈമിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇക്വേഷൻസ് മറന്നു പോകത്തില്ല, കൺഫ്യൂഷൻസ് വരത്തില്ല. പക്ഷെ തിയറി പാർട്ട് കാര്യങ്ങളൊക്കെ നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ മീഡിയം പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. 40 to 69% ചാൻസ് അല്ലെങ്കിൽ മാർക്ക് എക്സ്പെക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ചാൻസസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, ഡിസിഷൻ ട്രീ, ഹൈ സ്ക്വയർ ടെസ്റ്റിംഗ്, ടൈം സീരീസ് ഡീകമ്പോസിഷൻ. ഇതിൻ്റെതും ഷോർട്ട് നോട്ട്സിലാണ് വരുന്നത്. അതിന്റെ ഒരു ഡെഫിനിഷൻസും അകത്ത് വരുന്ന പോയിന്റ്സ് ഒരു 1 or 2 സെന്റൻസിൽ മാത്രമായിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുന്നതായിരിക്കും നല്ലത്. മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു ഹാഫ് പേജ് നമുക്ക് എഴുതിയാൽ മതി. അപ്പൊ എഴുതുന്ന മാർക്ക് നമ്മൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഫുൾ മാർക്ക് തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നെ ലോ പ്രോബിലിറ്റി ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ, പ്രൈമറി, സെക്കൻഡറി, അതേപോലെ കണ്ടിന്യൂസ് പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ, റിഗ്രഷൻ. ഇത് വളരെ റെയർ ആയിട്ട് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ അധികം റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന പോർഷൻസ് അല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ പഠിക്കുമ്പോഴും അത്ര കണ്ട് പ്രാധാന്യം നിങ്ങൾ കൊടുക്കേണ്ട. ബാക്കിയെല്ലാം പഠിച്ചതിന് ശേഷം ടൈം ഉണ്ടെങ്കിൽ ഈ പോർഷൻസ് നിങ്ങൾ കവർ ചെയ്യാം. അടുത്തതൊരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 2021 ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മളിപ്പം പ്രിപ്പയർ ചെയ്യുന്ന ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിൽ 3 മണിക്കൂർ ദൈർഘ്യമുള്ള എക്സാംസിലേക്ക് 100 മാർക്സിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ ക്യൂറ്റിയുടെ എക്സാംസ് നിങ്ങൾ എഴുതുമ്പോൾ നോട്ട്സ് നമുക്ക് ആദ്യം തന്നെ കുറച്ച് നോട്ട്സ് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് മസ്റ്റായിട്ടും നിങ്ങൾ നോക്കി പോവുക. സെഷൻ എയിൽ 15 മാർക്സ് ക്യാരി ചെയ്യുന്ന, അല്ലെങ്കിൽ സെക്ഷൻ എ ഹാസ് 6 ക്വസ്റ്റ്യൻസ്. സെഷൻ എയിൽ ഒരു 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈച്ച് ക്യാരിൻ 15 മാർക്സ്. ഓരോന്നും 15 മാർക്ക് വെച്ചിട്ടാണ്. അറ്റംപ്റ്റ് എനി 4 ക്വസ്റ്റ്യൻസ്. കണ്ടില്ലേ, അതിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. 6 ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 4 എണ്ണം എഴുതുക. സെഷൻ ബിയിൽ കമ്പൽസറി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്സ് ആണ്. കറക്റ്റ് ആയിട്ട് അറ്റംപ്റ്റ് നമ്മൾ ചെയ്യണം. യൂസ് ഓഫ് കാൽക്കുലേറ്റർ ഈ കാൽക്കുലേഷൻസ് അല്ലെങ്കിൽ കാൽക്കുലേറ്റർ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ കാൽക്കുലേറ്റർ, സയന്റിഫിക് കാൽക്കുലേറ്റർ എല്ലാ സെന്ററിലും അലൗഡ് അല്ല. സോ അതുകൊണ്ട് നോർമൽ കാൽക്കുലേറ്റർ കൊണ്ടുപോകുന്നതായിരിക്കും ഫാർ ബെറ്റർ. സെഷൻ എയിൽ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ പ്രോബിലിറ്റി ആൻഡ് നോൺ പ്രോബിലിറ്റി സാമ്പിളിംഗ് മെത്തേഡ്, പ്രൊവൈഡ് 2 റിയൽ ലൈഫ് എക്സാമ്പിൾ ഫോർ ഈച്ച് ആൻഡ് ഡിസ്കസ് their sustainability in business research. Then question 2, a retail store record the following daily sales for the first 10 days of the month. ഒരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയെ ബേസ് ചെയ്തിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ, മീൻ മീഡിയൻ മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് വന്നിട്ടുള്ളത്. അടുത്തതും പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലം ക്വസ്റ്റ്യനിൽ ഫോളോയിങ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻസ് ഷോ ദ നമ്പർ ഓഫ് ഡിഫക്റ്റീവ് യൂണിറ്റ് ഫൗണ്ട് ഇൻ 50 റാൻഡംലി സെലക്ട് പ്രോഡക്റ്റ് ബ്രാഞ്ച്. അപ്പൊ ഇത് നമ്മുടെ മെഷേഴ്സ് ഓഫ് വേരിയൻസിൽ സ്ക്യൂനെസ് കാണാനൊക്കെയുള്ള പോർഷൻസിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അടുത്തത് എക്സ്പ്ലെയിൻ ദ ഹൈപ്പോത്തിസിസ് ടെസ്റ്റിംഗ് പ്രൊസീജിയർ ഇൻ ക്വാണ്ടിറ്റേറ്റീവ് റിസർച്ച് ഇല്ലുസ്ട്രേറ്റഡ് ബൈ ഫോർമുലേറ്റിംഗ് and testing the hypothesis on whether the average monthly spending of urban customer exceed ₹5,000 using an appropriate test statistics. ഹൈപ്പോത്തിസിസ് ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. Then consider the following paired data on the advertising expenditure in 1,000 in monthly sale for the 8 product. ഇവിടെ പറഞ്ഞിരിക്കുന്ന കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. ബ്ലോക്ക് 4 കോറിലേഷന്റെ പോർഷൻസിൽ നിന്നാണ്. പിന്നെ റൈറ്റ് എ ഷോർട്ട് നോട്ട്സ് ഓൺ എനി ഓഫ് 3 തന്നിരിക്കുന്നതിൽ ഏതെങ്കിലും 3 എണ്ണം. Properties of good measures of central tendency, binomial and Poisson distribution, decision tree approach, chi-square test for independence, then time series decomposition. അപ്പൊ ഇതില് ഇത്രയാണ് നമ്മുടെ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഫസ്റ്റ് സെഷൻ എയിൽ വന്നിട്ടുള്ളത്. സെഷൻ ബിയിൽ പറഞ്ഞു കമ്പൽസറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 40 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അവിടെ ഒരു കേസ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ 7 എ സ്റ്റാർട്ടപ്പ് കമ്പനി വാണ്ട് ടു ഫോർകാസ്റ്റ് ഇറ്റ്സ് ക്വാർട്ടർലി പ്രോഫിറ്റ് ഫോർ ദ ന്യൂ ഇയർ given the profit data in lakhs for the last 8 quarters 6, 8, 7, 9, 8, 11, 10, 13. Apply a suitable time series decomposition method to project the trend for the next 2 quarters. Discuss the practical limitations of forecasting in rapidly changing market.
അപ്പൊ ഇത്രയാണ് ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് വരുന്നത്. അപ്പൊ ഇതില് 40 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസിൽ 40 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ കമ്പൽസറി ആണ്. അടുത്തത് 8th ക്വസ്റ്റ്യൻ, കസ്റ്റമർ ബിഹേവിയർ സർവേ പ്രൊസീജിയർ ദ ഫോളോയിങ് ഡേറ്റ ഓൺ ദ പ്രിഫേർഡ് മോഡ് ഓഫ് ഷോപ്പിംഗ് ഓൺലൈൻ ഓഫ്ലൈൻ എമംഗ് മെയിൽ ആൻഡ് ഫീമെയിൽ. ഇതൊരു കമ്പാരിസൺ ആണ് പറയുന്നത്. ഹൈസ്കർ ടെസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ തന്നിരിക്കുന്ന പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ തന്നെത്താനെ ഒന്ന് ചെയ്ത് ശ്രമിക്കുക. ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിന്റെ അതേ പാറ്റേൺ തന്നെയാണ്, തന്നെത്താനെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഈ ഒരു പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ്റെ ഇത് നോക്കി തന്നെ നിങ്ങൾക്ക് അറിയാം, ഇതിലൊരു 60% തന്നെ പ്രോബ്ലം ആണ് ചോദിച്ചിട്ടുള്ളത് കമ്പാരിറ്റീവ് തിയറിയെക്കാട്ടിലും. അതുകൊണ്ട് ചെയ്ത് നോക്കുക, ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഒരു നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്തിട്ട് നിങ്ങൾ എക്സാമിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സ്കോർ കിട്ടുന്നതായിരിക്കും. ഈ തന്നിരിക്കുന്ന പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻസ് ഒക്കെ മസ്റ്റ് ആയിട്ടും നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.